Hi everyone, this is Yabin Say from Evika. അങ്ങനെ iOS 18.4ന്റെ ബീറ്റ 2 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ എല്ലാ iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിലും വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് iPhone 16e. ഈ ഒരു അപ്ഡേഷൻ ബീറ്റ ആയതുകൊണ്ട് തന്നെ ബീറ്റ പ്രൊഫൈലുള്ള കൂട്ടുകാർക്ക് മാത്രമാണ് ഈ ഒരു അപ്ഡേഷൻ ലഭിക്കുകയുള്ളൂ. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 872.4 MB ഈ പറയുന്ന എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 1.5 GB അടിയിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ബീറ്റാസ് റിലീസ് ചെയ്യുന്നുണ്ട്, iPadOS റിലീസ് ചെയ്യുന്നുണ്ട്, WatchOS റിലീസ് ചെയ്യുന്നുണ്ട്, macOS, tvOS, visionOS എന്നിങ്ങനെ പുതിയ ബീറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചധികം മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. തുടക്കം നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബെൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോകാം. ഇവിടെ ജനറലിൽ പോയി നമ്മുടെ ഈ പറഞ്ഞ എബൌട്ട് സെക്ഷൻ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും iOS 18.4 22e 5216H എന്ന ഈ ഒരു അപ്ഡേഷൻ ഇനി 2-3 ബീറ്റാസും കൂടെ എന്തായാലും നമുക്ക് കാണേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ ഒരു മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസും ഈ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ 7 പുതിയ യൂണിക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇമോജീസ് സെറ്റ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന 7 ഇമോജീസ് ആണ് ആപ്പിൾ പുതുതായിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. iOS 18.4 ഏപ്രിൽ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലും സെയിം 7 ഇമോജീസ് അവൈലബിൾ ആയിട്ടുണ്ടാകും. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോക്കുന്നതാണ്. അടുത്ത വന്ന കാര്യമാണ് iPhone 16e ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വിഷ്വൽ ഇൻ്റലിജൻസ് ഈ പറഞ്ഞ ആക്ഷൻ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യം കാണിച്ചായിരുന്നു. ആ ഒരു ഓപ്ഷൻ ഈ ഒരു ബീറ്റയിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെറ്റിങ്സിൽ ഈ പറഞ്ഞ ആക്ഷൻ ബട്ടണുള്ള കൂട്ടുകാർക്ക് ഇനി മുതൽ ഈ പറഞ്ഞ വിഷ്വൽ ഇൻ്റലിജൻസ് അവിടെ നിന്ന് ട്രിഗർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്ററിലും ഇനി മുതൽ വിഷ്വൽ ഇൻ്റലിജൻസിൻ്റെ ഓപ്ഷൻ കൺട്രോൾ സെൻറ്ററിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വന്ന മാറ്റം കുറേ കൂട്ടുകാർ വെയിറ്റ് ചെയ്ത ഒരു മാറ്റമാണ്. നമ്മുടെ ആപ്പ് സ്റ്റോറിൽ ഇനി മുതൽ ആപ്ലിക്കേഷൻസ് നമുക്ക് പോസ് ചെയ്യാൻ പറ്റും വൈൽ ഡൗൺലോഡിങ്. ജസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഗൂഗിൾ ജിമിനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ചു. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്ന ആ ഒരു സെയിം ടൈമിൽ തന്നെ ഞാനിവിടെ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു റെസ്യൂം ബട്ടൺ നിങ്ങൾക്ക് പുതുതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ കുറേയധികം കൂട്ടുകാർക്ക് ഈ പറഞ്ഞ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നെറ്റ് തീരാറായെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്കിവിടെ പോസ് ചെയ്യാം. അത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ കുറേയധികം കൂട്ടുകാർ കടന്ന ഓപ്ഷനാണ്. ഇതൊന്ന് പോസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വൈഫൈയോ നെറ്റോ റീചാർജ് ചെയ്തിട്ട് ബാക്കി ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആ ഒരു ഓപ്ഷൻ ഫൈനലി iOS 18.4 ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തായിട്ട് വന്ന മാറ്റം വിഷൻ പ്രോ യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പുതിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. സോ ഈ പറയുന്ന വിഷൻ പ്രോയുടെ ആപ്ലിക്കേഷൻ എല്ലാ കൺട്രോൾസും നമുക്ക് ആ ഒരു ഡിവൈസിൽ ലഭിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന അപ്ഡേഷൻ നമ്മളിപ്പോൾ വാച്ചോ എന്തെങ്കിലും കാര്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വാച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന പോലെ തന്നെയാണ് ഈ ഒരു വിഷൻ പ്രോൻ്റെയും ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വന്നിരിക്കുന്നത്. ഇതേപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും ബാക്കി കാര്യം നിങ്ങൾക്ക് അറിയാനായിട്ട് സിമ്പിളായി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. എന്തായാലും മേക്ക് ഷുവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അടുത്ത വന്ന മാറ്റമാണ് iOS 18 ഒരു പ്രയോറിറ്റൈസ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. പക്ഷേ കുറേയധികം പ്രശ്നം കാരണം ഈ പറയുന്ന പ്രയോറിറ്റൈസ് നോട്ടിഫിക്കേഷൻ iOS 18.3 18.3.1 ടെമ്പറലി ആപ്പിൾ ഷട്ട് ഡൗൺ ചെയ്തു. ആ ഒരു ഓപ്ഷൻ ഈ ഒരു അപ്ഡേറ്റിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പ്രയോറിറ്റൈസ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ ഇതേപോലെ ആപ്പുകൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ ഓരോ ആപ്ലിക്കേഷൻസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രയോറിറ്റൈസ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോസിലാണ്. നേരെ ഫോട്ടോസിലേക്ക് പോകാം. ഈ ഒരു ഫോട്ടോസിലേക്ക് പോയി നേരെ താഴത്തേക്ക് പോയി കണ്ട് നമ്മൾ റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന ഓപ്ഷൻ എടുക്കുക. റീസെൻ്റ്ലി ഡിലീറ്റിലേക്ക് പോകുമ്പോൾ പുതുതായിട്ട് നമുക്ക് ഇവിടെ ഒരു പുതിയ ഓപ്ഷൻസ് അല്ലെങ്കിൽ പുതിയൊരു ഗ്ലിഫ് ഐക്കൺ
വന്നിട്ടുണ്ട്. റിക്കവർ ഓൾ എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ ആപ്പിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്യുമ്പോൾ മാത്രമായിരുന്നു ആ ഒരു ഓപ്ഷൻ ലഭിച്ചത്. പക്ഷേ ഇനി മുതൽ ഈ ഒറ്റ ഓപ്ഷൻ തന്നെ നമുക്ക് റിക്കവർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ iOS 18.4-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് ഈ ഒരു ആഴ്ചയിൽ കുറച്ചധികം പുതിയ പ്രൊഡക്റ്റുകൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ടിം കുക്ക് തന്നെ ഒഫീഷ്യലി റിലീസ് ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ, നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അത് പറഞ്ഞായിരുന്നു, പുതിയ മാക്ബുക്ക് എയർസ് വരുന്നുണ്ടെന്ന്. അതോടൊപ്പം പുതിയ ലീക്കുകളും ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ റിലീസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒറിജിനലി നമ്മുടെ ഈ പറഞ്ഞ ടിം കുക്ക് തന്നെ പുതുതായിട്ട് റിലീസ് ചെയ്യുന്ന ആ ഒരു M4 മാക്ബുക്ക് എയറിൻ്റെ ഒരു പുതിയ ടീസർ ആപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. സോ ഇതേപോലെ റെഗുലറായിട്ട് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി. കുറേയധികം പ്രോഡക്റ്റുകൾ വരുമെന്നൊക്കെ നമുക്ക് ഈ പറഞ്ഞ ലീക്സ് നിന്ന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പുതിയ M4 മാക്ബുക്ക് എയറിൻ്റെ സീരീസ് ആയിരിക്കും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്ഡേഷൻ്റെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് നമുക്ക് നോക്കാം. കുറച്ചധികം കാര്യങ്ങൾ നമുക്കിവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചധികം പുതിയ ഫീച്ചേഴ്സും ആപ്പിൾ ഇൻ്റലിജൻസിൽ ഒരു റിസോൾവ് ഇഷ്യൂസും കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അതോടൊപ്പം തന്നെ ആപ്പിൾ ഇൻ്റലിജൻസിൽ കാണുന്ന കുറച്ച് നോൺ ഫീച്ചേഴ്സും ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ iOS 18.4-ൽ കുറച്ചധികം പുതിയ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കുറച്ചധികം പുതിയ ലാംഗ്വേജസ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ അതിൽ കുറേയധികം ഇഷ്യൂസും ആപ്പിളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി വൈഫൈ കോളിങ്ങിൽ ഇപ്പോഴും ആ നോൺ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ട്. ഇതിൽ കാണിക്കാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ആപ്പിൽ കയറി എന്തായാലും ആപ്പിളിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാവുന്നതാണ്. ഈ ഓരോ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ആപ്പിൾ അവരുടെ പുതിയ അപ്ഡേഷൻസും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും മാക്സിമം ബെറ്റർ ആയിട്ടും കുറച്ചും കൂടി നല്ല രീതിക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടും വെക്കാറ്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഡീസൻ്റായ പെർഫോമൻസ് തന്നെയാണ് ലഭിക്കുന്നത്. വലിയ ബഗ്ഗോ ക്ലട്ടറിങ്ങോ എനിക്ക് ഇത്ര നേരമായിട്ട് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ബാറ്ററി പെർഫോമൻസ് അഫ്കോഴ്സ് എൻ്റെ ഈ ഒരു ഡിവൈസിൽ ബാറ്ററി സർവീസാണ്. എന്നാൽ പോലും എനിക്ക് ഒരു അത്യാവശ്യം നല്ല രീതിക്കുള്ള യൂസേജ് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വലിയ മോശമല്ലാത്ത ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി iOS 18.4 ഒഫീഷ്യലി എന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മിക്കവാറും ഈ ഒരു റെഗുലർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വീക്ക്ലി സൈക്കിൾ തന്നെയാണ് ആപ്പിൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്കൊരു ബീറ്റ 3യും അതോടൊപ്പം ഏപ്രിൽ തന്നെ നമുക്ക് ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ തന്നെ ഈ പറഞ്ഞ ഒഫീഷ്യൽ അപ്ഡേഷനും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആപ്പിളിൻ്റെ ഈ പറഞ്ഞ അപ്ഡേഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ പറഞ്ഞ അപ്ഡേഷൻസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഈ ഓരോ പുതിയ കാര്യങ്ങളും iOS 18.4-ൻ്റെ അപ്ഡേഷനിൽ വന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ആപ്പിൾ റെഗുലറായിട്ട് റിലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. റെഗുലറായിട്ട് നിങ്ങൾക്കും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ടെലിഗ്രാമിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Xavier signing from Evica.